ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഐ സ്ക്വയറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ കൂട്ടുകാർ ചോദിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. ചെറിയൊരു കാര്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒത്തിരി പേർക്കും അന്ന് ഡൗട്ട്സ് ഉണ്ടായതിന് ശേഷം പിന്നീട് ക്ലിയർ ചെയ്യാൻ പറ്റാതെ മനസ്സിൽ ഇപ്പോഴും ചെറിയ ചെറിയ ഡൗട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഐ സ്ക്വയറിന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണ്. ഒന്നുമില്ല, ഡെസിമൽസിനെ എല്ലാം നമുക്ക് പരിചയമുള്ള കാര്യമാണ് അല്ലെ. അപ്പം ഈ ഡെസിമൽസിലുള്ള ഓപ്പറേഷൻ, അതായത് നമ്മൾ ഇൻഡിജേഴ്സിലും നാച്ചുറൽ നമ്പേഴ്സിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡെസിമൽസിൽ നമ്മൾ ചെയ്യുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ട് ഡെസിമൽസിനെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡെസിമൽസിനെ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കൂട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമുക്കിപ്പോ രണ്ട് ഹോൾ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ, അതായത് 24ഉം 32ഉം കൂടി ആഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാ? 24ന്റെ താഴെ 32നെ എഴുതും, പ്ലേസ് വാല്യൂ ഒക്കെ നോക്കി എഴുതണം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ 4 + 2 6 ആണ്, 2 + 3 5 ആണ്, 56 എന്ന് നമുക്ക് കിട്ടും അല്ലെ. പക്ഷെ ഇതേ കാര്യം നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആവുന്നത് ഡെസിമൽസ് വരുമ്പോഴാണ്. അതായത് എങ്ങനെ എഴുതും എന്നൊക്കെയുള്ള ഒരു പ്രോബ്ലം വരും അല്ലെ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഹോൾ നമ്പർ പാർട്ടിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെസിമലിനെ അതുപോലെ തന്നെ എഴുതാം. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2.84നെ അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം 24.2 എഴുതണം. അപ്പൊ ഇതിലെ ഹോൾ നമ്പർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അപ്പൊ ഹോൾ നമ്പർ പാർട്ടിനെ സാധാരണ നമ്മൾ ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ എഴുതുക. അതായത് 2ഉം 24ഉം ആഡ് ചെയ്യണമെങ്കിൽ 2ന്റെ താഴെ 24നെ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അപ്പൊ അതുപോലെ തന്നെ ഹോൾ നമ്പർ പാർട്ടിനെ എഴുതുക. അതായത് ഡെസിമൽ പോയിന്റ്സ് സെയിം ലൈനിൽ വരണം. അതിനുശേഷം 24.2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 എഴുതുക. 24.2ഉം 24.20യും ഒന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. സോ നമ്മൾ അങ്ങനെ എഴുതി. അതിനുശേഷം ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂഷ്വൽ അഡീഷൻ പോലെ തന്നെ സാധാരണ പോലെ കൂട്ടുക. 4 + 0 4, 8 + 2 10 ആണ്. അപ്പൊ നമ്മളൊരു റിമൈൻഡർ 1 വരും, അതിനെ ഇവിടെ എഴുതുക. അതിന് 0 ഇവിടെ എഴുതി, റിമൈൻഡർ 1 ഇവിടെ എഴുതി. ഇനി ഇത് മൂന്നും കൂടി കൂട്ടണം. 4 + 2 6 ആണ്, 6 + 1 7, പിന്നെ നമുക്കുള്ളതൊരു 2 ആണ്. നമുക്ക് ആൻസർ എന്താണെന്ന് കിട്ടി? 27.04 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? 102.03യും 8.342. അപ്പൊ ഹോൾ നമ്പർ പാർട്ട് 8 ആണ്. നമ്മൾ 102ന്റെ താഴെ 8നെ എങ്ങനെ വേണം എഴുതാൻ? ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, 8.342 ഇത് ആഡ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം 102.030യും 102.03യും ഒന്ന് തന്നെയാണ്. സോ നമുക്ക് ആഡ് ചെയ്യാം. 0 + 2 2 ആണ്, 4 + 3 7 ആണ്, 3 + 0 3 ആണ്, പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇടണം. 8 + 2 10 ആണ്, 0 ഇവിടെ എഴുതി, 1 ഇവിടെ ഉണ്ട്, 1 + 0 1 ആണ്, 1 അങ്ങനെ തന്നെ വരും. സോ 110.372 എന്നാണ് നമുക്ക് ഈ സമ്മ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട എങ്ങനെയാന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു. രണ്ടിന്റെ ആൻസേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തരുവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 37.85 + 23.272. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ രണ്ട് ഡെസിമൽസ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എടുത്തെഴുതുന്നതൊക്കെ നമ്മൾ മുമ്പേ അഡീഷനിൽ ചെയ്ത പോലെ തന്നെ ഹോൾ നമ്പർ പാർട്ടിനെയൊക്കെ ഒരുമിച്ച് എഴുതും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 27.243നെ എഴുതും. അതിനുശേഷം 8.723നെ ഇങ്ങനെ എഴുതും. അതിനുശേഷം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 3 - 3 0, 4 - 2 2.
അടുത്തത് 2 - 7 ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബോറോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ബോറോ ചെയ്യാം, ഇവിടുന്ന് ബോറോ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ ഇത് 6 ആകും. പക്ഷെ ഇവിടെ നമ്മളൊരു 1 ബോറോ ചെയ്തിട്ടുണ്ട്. സോ 12 - 7 എത്രയാണെന്ന് നോക്കാം. 12 - 7 5 ആണ്. ഓക്കെ, പോയിന്റിനെ അതുപോലെ തന്നെ എടുത്തെഴുതാം. ഇനി 6 - 8 ആണ് ചെയ്യേണ്ടത്. 6 - 8 ചെയ്യാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ ബോറോ ചെയ്യണം, ഒരു 1 ബോറോ ചെയ്യും. അപ്പൊ പകരം ഇവിടെ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ 16 - 8 എന്താണ്? 8 ആണ്. ഇനി അതുപോലെ 1 - 0 ആണ് വരുന്നത്, കാരണം അത് ഇവിടെ 0 ആണല്ലേ ഉള്ളത്. ഓക്കെ, 1 - 0 1 എന്ന് വരും. സോ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? 18.520 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 324.05 മൈനസ് 24.76 ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യാം നമുക്ക്. 5ൽ നിന്ന് 6 ആണ് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഒരു 1 ബോറോ ചെയ്യും. 0യിൽ നിന്ന് നമുക്ക് 1 ബോറോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0യ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പുറത്തുനിന്ന് ബോറോ ചെയ്യണം. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു 1 ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 3 ആവും. അപ്പൊ ഇവിടെ എന്താകും? 10 ആവും. ഇനി ഈ 10ൽ നിന്നാണ് നമ്മൾ ഒരു 1 ബോറോ ചെയ്തേക്കുന്നത് ഇപ്പുറത്തേക്ക്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി 9 ആവും. ഓക്കെ, ശ്രദ്ധിച്ച് ബോറോ ചെയ്യുക. സാധാരണ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ പോലെ തന്നെ. ഓക്കെ, അപ്പൊ 15 - 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് 15 - 6? 9 ആണ് അല്ലേ? ഓക്കെ, അടുത്ത 9 - 7 ആണ് വേണ്ടത്. 9 - 7 2 ആണ്. വീണ്ടും നമുക്ക് പോയിന്റ് ഉണ്ട്. വീണ്ടും 3 - 4 നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ വീണ്ടും ബോറോ ചെയ്യണം. ഒരു 1 എടുത്തു, ബാക്കി ഇവിടെ ഉള്ളത് 1 തന്നെയാണ്. ഓക്കെ, 13 - 4 എന്ത് വരും? 9 ആണ്. ഓക്കെ, പിന്നെ 1 - 2 ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ വീണ്ടും നമ്മൾ ബോറോ ചെയ്യണം. എവിടുന്ന് ബോറോ ചെയ്യും? നമുക്ക് ഇവിടുന്ന് ബോറോ ചെയ്യാം. അപ്പൊ ഇവിടെ 2 ആകും. എന്നിട്ട് ഇവിടെ ഒരു 1നെയും കൂടെ കിട്ടും. സോ 11 - 2 ആണ് നമുക്ക് വേണ്ടത്. 11 - 2 എന്താണ്? 9 ആണ്. പിന്നെ ഇവിടെ 2 - 0 ആണുള്ളത്. അപ്പൊ അത് 2 തന്നെ. അപ്പൊ നമുക്ക് ആൻസർ എന്താന്ന് കിട്ടും? 299.29 എന്ന് കിട്ടും. സോ ഈസി ആണ്. നമ്മൾ സാധാരണ സബ്ട്രാക്ഷൻ പോലെ തന്നെ ബോറോ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ മൂന്നാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 24.302 മൈനസ് 8.5 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സോ അടുത്ത നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് രണ്ട് ഡെസിമൽസിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 25.25 into 32.28. ഓക്കെ, രണ്ടാമത് 7.2 into 12.05. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തരാം. 8.4 into 0.35. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഭയങ്കര സിമ്പിൾ ആണ് ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഈ നമ്പേഴ്സിനെ എല്ലാം പോയിന്റ് ഇല്ലാതെ ഒന്ന് എടുത്തെഴുതുക. അതായത് എങ്ങനെ വരും? 25.25നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 2525 എന്ന് വരും. ഇൻറ്റു 32.28നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 3228 എന്ന് വരും അല്ലേ? നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. എന്താണ് 2025 ടൈംസ് 3228 എന്ന് നോക്കുക. ഒരു വലിയ നമ്പർ ആണ് കിട്ടുന്നത്. ആ നമ്പറിനെ ഇവിടെ നിന്ന് എടുത്തെഴുതാം. 8150700. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ നമ്പറിന്റെയും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുക. എത്ര പോയിന്റ്സിന് ശേഷമാണ്, എത്ര പ്ലേസസിന് ശേഷമാണ് ഡെസിമൽ പോയിന്റ് വന്നേക്കുന്നത് നോക്കുക. 25.25നെ നോക്കിയാൽ
ഇവിടുന്ന് 1 2 രണ്ടാമത്തെ പൊസിഷനിലാണ്, രണ്ട് നമ്പേഴ്സിന് ശേഷമാണ് പോയിന്റ് വന്നേക്കുന്നത്. അതുപോലെ 32.28 നോക്കിയാലും 1 2 രണ്ട് പൊസിഷന് ശേഷമാണ് ഇവിടെയും പോയിന്റ് വന്നേക്കുന്നത്. അതായത് ടോട്ടല് 4 പൊസിഷൻസ് നമ്മൾ ആൻസറിൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ആൻസർ ആയി. അതായത് നമ്മുടെ ഈ ഒരു വലിയ നമ്പർ ഇല്ലേ, 81,50,700 എന്നുള്ള ഈ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, എത്ര പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യണം? 4 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്തിട്ട് പോയിന്റ് ഇടണം. അപ്പൊ നമുക്ക് 4 പൊസിഷൻസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. 1 2 3 4 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. സോ നമ്മുടെ ആൻസർ എന്താണ്? 815.0700. അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? 815.07 എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? സിമ്പിൾ ആണ്. ഇത്രയും കാര്യം ഓർത്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര പോയിന്റ്സ് മാറ്റിയാണ് എല്ലാ നമ്പേഴ്സിനെയും കൂടി കൂട്ടി പോയിന്റ്സ് ഉള്ളതെന്ന് നോക്കുക. അതിനുശേഷം അത് ആൻസറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറ്റി ആ പോയിന്റ്സിനെ ഇടുക. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.2 into 12.05. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? 72 into 1205 എന്താണെന്ന് കണ്ടുപിടിക്കണം. 72 into 1205 എന്ന് പറയുന്നത് എത്രയാണ്? 86,760 ആണ് അല്ലെ? അതിനെ അതുപോലെ തന്നെ എഴുതുക. ഇനി പോയിന്റ്സ് എത്ര പ്ലേസസിന് ശേഷമാണെന്നൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 ഇവിടെ 1. അപ്പൊ 2 1 3 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്യണം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പൊ 1 2 3. അപ്പൊ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. സോ ദ ആൻസർ ഇസ് 86.76 എന്ന് വരും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് തേർഡ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാം. 8.4 into 0.35 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി 84 into 35 നമുക്ക് ചെയ്യാം അല്ലെ? പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 84ഉം 35ഉം ആണുള്ളത്. സോ 84 into 35 എന്ന് പറയുന്നത് നമുക്കറിയാം 2940 ആണ്. എത്ര പോയിന്റ്സ് ഷിഫ്റ്റ് ചെയ്യണം നോക്കാം. 1 2 ഇവിടെ 1. അങ്ങനെ മൊത്തം 3 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വരും. അതായത് 2.94 എന്നാണ് നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മെത്തേഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. 3.02 into 0.57. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. 10ഉം 100ഉം 1000ഉം ഒക്കെ ആയിട്ട് ഡെസിമൽസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 25.28 into 10 ആണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ന് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ പോയിന്റിനെ ഒരു സീറോയെ ഉള്ളത് കൊണ്ട് ഒരു പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെയുള്ള പോയിന്റ് എവിടെയാവും? ഇനി 2നും 8നും ഇടയ്ക്കാവും. അതായത് നമുക്ക് വേണ്ട ആൻസർ എത്രയെന്നാണ്? 252.8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം 100 വെച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 100ന് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. 2 സീറോസ് ആണുള്ളത്. സോ 100ഉമായിട്ടൊരു ഡെസിമലിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ്സിനെ 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ എന്ത് വരും? 3203.24. അതായത് 3203.24 എന്ന് വരും. ഓക്കെ, 1000ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 1000ന് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. അതിനുശേഷം 3 സീറോസ് ആണെന്നുള്ളത് മനസ്സിലായി. 3 പോയിന്റ്സ് 3 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്ത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡിലേക്ക് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അത് മറക്കരുത്. അപ്പൊ എന്ത് വരും? 428.7 എന്ന് വരും.
ആക്ച്വലി ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ട്. ആ സീറോയ്ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്താണ്? 428.7, അതായത് 428.7 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ക്വസ്റ്റ്യൻ 2.85928 ഇൻറ്റു 10,000. എങ്ങനെയാണ് ചെയ്യുക? 10,000-ന് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും സീറോസ്, അത്രയും പ്ലേസസ്, സീറോസിന്റെ എണ്ണത്തിന്റെ അത്രയും പ്ലേസസ് പോയിന്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരമായി. സോ ഡെസിമൽസിന്റെ ഡിവിഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇച്ചിരി ബാക്കി മൂന്നുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6.25 ഡിവൈഡഡ് ബൈ 2.5. അതിനെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ. 6.25 ഡിവൈഡഡ് ബൈ എന്നുള്ളതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതുമ്പോൾ 6.25 ബൈ 2.5 എന്ന് വരും അല്ലെ. ഇനി ഓരോ നമ്പറിനെയും ഡെസിമൽ പോയിന്റിന് ശേഷം, അതായത് ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡില് എത്ര പ്ലേസസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ അത് 2 ആണ്, ശരിയല്ലേ? 2 പ്ലേസസ് ഉണ്ട്. ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. അപ്പൊ നമ്മള് മാക്സിമം എത്ര പ്ലേസസ് ആണോ ഉള്ളത്, അതായത് മുകളിൽ 2 പ്ലേസസും താഴെ ഒരു പ്ലേസും ആണുള്ളത്. അപ്പൊ കൂടുതൽ പ്ലേസസ് എവിടെയാണുള്ളത്? മുകളിലാണല്ലേ ഉള്ളത്. അപ്പം നമ്മള് മുകളിൽ എത്ര പ്ലേസസ് ഉണ്ട്? 2 പ്ലേസസ് ഉണ്ട്. അപ്പൊ നമ്മള് 2 സീറോസ് ഉള്ള 100നെ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6.25 into 100 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 100 ഭയങ്കര സിമ്പിൾ ആണ്. 2 പോയിന്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അതായത് 625.0 അല്ലെ, എന്ന് വെച്ചാല് 625 എന്ന് തന്നെ. ഓക്കെ, അപ്പൊ അത്രയും കിട്ടി. ഡിനോമിനേറ്റർ എന്ത് വരും? 2.5 into 100. 2 തവണ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം 2, 5, പിന്നെ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലേസ് ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു സീറോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 625 ഡിവൈഡഡ് ബൈ 250 എന്ന് കിട്ടി. ഇനി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 625 ഡിവൈഡഡ് ബൈ 250. ഓക്കെ, 625-നകത്ത് എത്ര 250 ഉണ്ടെന്ന് നോക്കാം. 2 ടൈംസ് ആണല്ലേ ഉള്ളത്. 2 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി നോക്കിയേ, 125-നകത്ത് 250 എത്ര ടൈംസ് ആണുള്ളത്? 0 ടൈംസ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി നമ്മളൊരു നെക്സ്റ്റ് പ്ലേസിനെ ഇറക്കി എഴുതണമായിരുന്നു. പക്ഷെ അങ്ങനെ ഇറക്കി എഴുതാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു 0 ഇട്ട് കൊടുത്തിട്ട് ഈ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഈ സീറോനെ താഴേക്ക് അങ്ങ് ഇറക്കി എഴുതണം. അതായത് ഇറക്കി എഴുതാൻ ഇനി പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമ്മളൊരു 0 കൊടുത്തിട്ട് ആ സീറോനെ താഴേക്ക് ഇറക്കി എഴുതും. അതിനോടൊപ്പം നമ്മളൊരു പോയിന്റ് കൂടി മുകളില് കോഷ്യന്റിൽ കൊടുക്കും. ഇനി നോക്കാം, 1250-ക്കകത്ത് എത്ര തവണ 250 ഉണ്ട്? ഒന്ന് ചെക്ക് ചെയ്തേ. 5 ടൈംസ് ഉണ്ട് അല്ലെ. 5 ടൈംസ് ഉണ്ട്. 5 ടൈംസ് 250 എന്ന് പറയുന്നത് 1250 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താണ്? 2.5 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആണ്. എന്ത് മാത്രം ചെയ്താൽ മതി? നമ്മള് ഫസ്റ്റ് ഇതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക, അതിനുശേഷം ഡെസിമൽ പോയിന്റ്സ് മാറ്റുക, അതിനുശേഷം ഡിവൈഡ് ചെയ്യുക. ഇറക്കി എഴുതാനായിട്ട് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അവിടെ 0 കൊടുത്തിട്ട് ആ സീറോനെ ഇറക്കി എഴുതുക. പകരം നമ്മുടെ കോഷ്യന്റിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടിയത്? 2.5 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 1.5 ഡിവൈഡഡ് ബൈ 0.5നെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. സോ 1.5 ഡിവൈഡഡ് ബൈ 0.5. മുകളിലും ഒരു പോയിന്റ് ആണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ളത്, താഴെയും ഒരു പോയിന്റ് ആണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ധൈര്യമായിട്ട് 2 സ്ഥലത്തും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
15 divided by 5 എന്ന് കിട്ടും. 15 divided by 5 എന്താന്ന് നമുക്കറിയാം. എന്താണ്? 3 ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഈസി ആയിട്ട് കിട്ടി, 3 ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 12.25 divided by 0.7. അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 12.25.7. മോളിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? പോയിന്റിന് ശേഷം 2, താഴെ 1. അപ്പൊ മോളിലാണ് കൂടുതൽ. അപ്പം നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1225 ഡിവൈഡഡ് ബൈ 70 എന്ന് കിട്ടി അല്ലെ? നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1225 ഡിവൈഡഡ് ബൈ 70 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 122വിനകത്ത് 70 ഒരു തവണയുണ്ട്. സോ 70 എന്ന് എഴുതി. 122 മൈനസ് 70 എത്ര വരും? ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 52 എന്ന് വരും അല്ലെ? ഓക്കെ, നമുക്ക് ഇവിടെ ഇടയ്ക്ക് എഴുതാനായിട്ട് ഒരു 5 ഉണ്ട്. 5നെ ഇറക്കി എഴുതാം. ഓക്കെ, 525നകത്ത് എത്ര തവണ 70 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 7 ടൈംസ് ആണുള്ളത്. 7 ടൈംസ് 70 ചെയ്യുമ്പോൾ നമുക്ക് 490 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഇറക്കി എഴുതാനുണ്ടോ? ഇല്ല. പക്ഷെ റിമൈൻഡർ 0യും അല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഈ പൊസിഷനിൽ ഒന്നും ഇറക്കി എഴുതാനില്ല. ഇറക്കി എഴുതാനില്ല എങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ 0നെ ഇങ്ങോട്ട് ഇറക്കി കൊടുക്കും. അങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കും. ഇനി നോക്കിയാൽ 350ൽ 70 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ആണുള്ളത് നമുക്കറിയാം. സോ 5 ടൈംസ് 70 350 ആണ്. റിമൈൻഡർ 0യും കിട്ടി. സോ നമ്മുടെ ആൻസർ എന്താണ്? ഒട്ടും ആലോചിക്കാതെ നമുക്ക് ഈ ക്വോഷ്യന്റിനെ എടുത്തെഴുതാം. 17.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും സിമ്പിൾ ആണ് ഡിവിഷൻ. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടിപ്പ് ഓർത്തിരുന്നാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. 25.75 ഡിവൈഡഡ് ബൈ 0.25. ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമാണ്. എങ്ങനെയാണ് 10, 100, 1000 തുടങ്ങിയ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്തതിന് പകരം ഇവിടെ ചെയ്യുമ്പം എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 10ന് എത്ര 0 ആണുള്ളത്? ഒരു 0 ആണുള്ളത്. സോ ഒരു പോയിന്റിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.272 എന്ന് കിട്ടും. ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ ആൻസർ. ഇനി 7.02 ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 2 സീറോസ് ആണ് 100നുള്ളത്. അപ്പൊ 2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ പോയിന്റ് വന്നു കഴിയുമ്പോൾ പിന്നെ ഇപ്പുറത്തോട്ട് നമ്പേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0യും കൂടെ അവിടെ ഇട്ട് കൊടുത്തിട്ട് 0702 എന്ന് കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. നമ്മുടെ ആൻസർ 0.0702 എന്ന് ആകും. ഇനി നോക്കിയേ, 25.07 ഡിവൈഡഡ് ബൈ 1000 ആണ്. 1000ന് 3 സീറോസ് ആണുള്ളത്. അപ്പൊ 3 പ്ലേസസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് 1, 2, മൂന്നാമത് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലേസ് ഇല്ല. അപ്പൊ പകരം എന്തിട്ട് കൊടുക്കും? എപ്പോഴും ചെയ്യുന്നാല് 0 ഇട്ട് കൊടുക്കുക. അപ്പം 0.2507 എന്ന് വരും. ഇവിടെ പോയിന്റ് വരും. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 0.02507 എന്ന് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2782 ഡിവൈഡഡ് ബൈ 100. 2782ന് എവിടെയാണ് പോയിന്റ്? ഓഫ് കോഴ്സ് ഇവിടെയാണ് പോയിന്റ്. ആ പോയിന്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം 2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് ഇടുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഡെസിമൽസിനെ ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു, മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു, ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പം
ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾ മാത്സിൽ പ്രോബ്ലംസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് മിസ്റ്റേക്ക് കൂടാതെ എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളുമായിട്ട് I2ന്റെ ടീം ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.